ടെക് ബാങ്ക് മൂവീസ് ചെയ്യുന്നത് മാക്സിമം റൈറ്റ്സ് പല മൂവീസിനും എല്ലാ ഇൻഡസ്ട്രി ടോട്ടൽ ഫിലിം ഇൻഡസ്ട്രി. അതെ, NFT റൈറ്റ്സ് മേടിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് കാണുന്ന OTT പോലെയുള്ള സംഭവങ്ങളായിരിക്കില്ല ഒരു 3 to 5 ഇയേഴ്സിനുള്ളിൽ നമ്മൾ Web3 ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും ഈ OTT പോലെയുള്ള പ്ലാറ്റ്ഫോംസും മറ്റ് പ്ലാറ്റ്ഫോംസും എല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നു. ഇത് കയറുമ്പോൾ നമുക്കൊരു ടോട്ടലി നമ്മൾ വേറൊരു വേൾഡാണ്, നമ്മൾ 360 ഡിഗ്രി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഫിലിം ലവേഴ്സിന് കുറച്ചും കൂടെ അവരിഷ്ടപ്പെടുന്ന സ്റ്റാർസുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യാനുള്ള കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റബിൾ. നമ്മുടെ മലയാളം മൂവി ഓൾറെഡി ഇന്ത്യൻ മൂവീസിന് അടിപൊളി കണ്ടന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഈ കണ്ടന്റ് കൊടുക്കാൻ പറ്റും. Web2 എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി Web3 എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിനേക്കാളും വലിയ റെവല്യൂഷൻ എന്നാണ് Web3 ടെക്നോളജിനെ വിളിക്കുന്നത്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും സേഫ്. അതുകൊണ്ടാണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലും ഈ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അല്ലു അർജുൻ്റെ ഒരു മെറ്റവേഴ്സ് വരുവാണ്. നേരത്തെ കൊടുത്തിട്ടുള്ള ഡിജിറ്റൽ റൈറ്റ്സ് പോലും തിരിച്ചു മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയാണ് അതിനൊരു ഒരു സ്പാർക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഭയങ്കര ഇൻസ്പയറിംഗ് ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഈ ടെക്നോളജി ഓൾറെഡി അറിയാം. അപ്പോൾ എന്തെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിന്നാണ് അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് വന്നത്. ഇപ്പം ലാലേട്ടൻ്റെ ബാറോസ് എന്ന് പറയുന്ന മൂവി, അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബന്റെ ഓഡിയോ ലോഞ്ച് ഇന്നലെ നടത്തിയത് ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ ആണ്. എന്താണ് ഈ ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ എന്നറിയാൻ നമ്മൾ എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അതിൻ്റെ ഡയറക്ടർ സർ സുഭാഷ് മാനുവൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. ഡയറക്റ്റ് എന്ന് ചോദിക്കാം, ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ എന്നാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത്? ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്. ഓക്കെ. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ Web3 ടെക്നോളജി അല്ലെങ്കിൽ NFTs അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് NFT എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇത് Web3 വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പം ടെക് ബാങ്ക് മൂവീസ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റാണ്. മാക്സിമം റൈറ്റ്സ് പല മൂവീസിനും എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും, മലയാളം മാത്രമല്ല, മലയാളം, തെലുങ്ക്, ബോളിവുഡ്, ഹോളിവുഡ്, ഇങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഫിലിംസിൻ്റെ ടോട്ടൽ ഫിലിം ഇൻഡസ്ട്രി, അതെ, NFT റൈറ്റ്സ് മേടിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഉദ്ദേശം. ഫൈൻ. സോ ആദ്യം തന്നെ എന്താണ് ഈ ടെക്നോളജി? ഇതിൻ്റെ അണ്ടർലൈൻ ടെക്നോളജി എന്ന് പറയുന്നത് Web3 എന്ന് പറയും. Web3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ Web1 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഇൻ്റർനെറ്റ്. അതായത് നമ്മളൊരു വെബ്സൈറ്റിൽ കയറിയാൽ നമുക്കത് അതിനകത്തുള്ള ആർട്ടിക്കിൾസ് നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഇൻട്രാക്ഷനില്ല, അതായത് അക്കൗണ്ട് തുടങ്ങാനോ ഒന്നും പറ്റില്ല. അതാണ് ആദ്യത്തെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതാണ് Web1. Web2 എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വെബ്സൈറ്റിൽ കയറുന്നു, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ അവരുടെ സെർവറിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അത് വെച്ച് ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്നു, ജിമെയിലിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഇതാണ് Web2. ഈ Web2ൻ്റെ പ്രത്യേകത അവരുടെ സെർവറിലാണ് നമ്മുടെ ഡേറ്റ സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും വലിയ കൺസേൺ എന്താണ്? ഫേസ്ബുക്കിൻ്റെ കയ്യിലാണ് നമ്മുടെ ഡേറ്റ, അല്ലെങ്കിൽ ഇൻസ്റ്റയുടെ കയ്യിലാണ് നമ്മുടെ ഡേറ്റ. ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി കമ്പനീസിൻ്റെ കയ്യിലാണ് നമ്മുടെ ഡേറ്റ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് Web2 എന്ന് പറയുന്നത്. ഇനി Web3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ്. നെക്സ്റ്റ് റെവല്യൂഷൻ ഇൻ ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനേക്കാളും വലിയ റെവല്യൂഷൻ എന്നാണ് Web3 ടെക്നോളജിനെ വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ജിമെയിൽ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഫേസ്ബുക്കിൻ്റെ പേര് മാറ്റി മെറ്റ എന്നാക്കി. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മെറ്റവേഴ്സ് എന്ന് പറയുന്നത് Web3 ടെക്നോളജിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ടെക്നോളജിയിൽ നമ്മൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അവരുടെ സെർവറിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൽ നമ്മളൊരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഇത് നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുന്നില്ല. ഒരു നമ്മുടെ പേരൊന്നും ആയിരിക്കില്ല, ഒരു യുണീക്ക് യൂസർ നെയിം, പ്രൈവറ്റ് കീ, പബ്ലിക് കീ എന്ന് പറയും. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് വെച്ച് നമ്മൾക്ക് ആക്സസ് തരുന്ന വെബ്സൈറ്റുകളിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് കാണുന്ന OTT പോലെയുള്ള സംഭവങ്ങളായിരിക്കില്ല ഒരു 3 to 5 ഇയേഴ്സിനുള്ളിൽ നമ്മൾ Web3 ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും ഈ OTT പോലെയുള്ള പ്ലാറ്റ്ഫോംസും മറ്റ് പ്ലാറ്റ്ഫോംസും എല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നു. ഈ ടെക്നോളജിയും ഇതിൻ്റെ യൂസേജും കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇതിൽ സിനിമ ഇൻഡസ്ട്രിയിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്കിൽ ഹൈദരാബാദിൽ പോയിരുന്നു. അപ്പോൾ പുഷ്പ 2ൻ്റെ ടീമുമായിട്ട് അല്ലു അർജുൻ്റെ CEO-യും അവരുടെ ടീമുമായിട്ടൊക്കെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇൻ ദ സെൻസ് അല്ലു അർജുൻ്റെ ഒരു മെറ്റവേഴ്സ് വരുവാണ്. അപ്പോൾ ഈവൻ പുള്ളി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, നേരത്തെ കൊടുത്തിട്ടുള്ള ഡിജിറ്റൽ റൈറ്റ്സ് പോലും തിരിച്ചു മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. NFTs വെച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മെറ്റ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം.
ഓക്കെ. സോ ഒരു ഫിലിം ലവർ അല്ലെങ്കിൽ ആ പുഷ്പൻ്റെ ഫാൻ ആണെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് പല യുണീക്ക് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. 3D വേൾഡാണ്, 3D അല്ല, ഒരു വെർച്വൽ റിയാലിറ്റിയാണ്. ഓക്കെ. അവിടെ പോയിട്ട് നമുക്ക് അവതാറൊക്കെ. അവതാറൊക്കെ പോലെ ശരിക്കും ആ ഒരു കൺസെപ്റ്റാണ്. നമ്മൾ അവിടെ പോയിട്ട് ഓരോ പെർക്സ് ഉണ്ടാവും. ചിലപ്പോൾ മീറ്റിംഗ്സ് ഉണ്ടാവും, ചിലപ്പോൾ പാർട്ടീസ് ഉണ്ടാവും, ചിലപ്പം ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പുഷ്പ 2ൻ്റെ 3D വേർഷൻ, 3D അല്ല, ഒരു വെർച്വൽ റിയാലിറ്റി വേർഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇപ്പോൾ മാലിയക്കോട്ട് വാലിബൻ്റെ ഡയറക്ടറായിട്ടുള്ള ലിജോ ജോസുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം അദ്ദേഹം ഈ ചുരുളിയുടെ ആ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഡെമോ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ആ ഒരു അഡ്വാൻസ് ലെവൽ തിങ്കിങ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഡയറക്ടേഴ്സ് പോലും ചെയ്യുന്നത്. ഇത് എങ്ങനെ ഒരു VR എഫക്റ്റ് അങ്ങനെയാണ്? അതെ, ഇത് VR അല്ല, ഇത് ആക്ച്വലി നമ്മൾ വെർച്വൽ റിയാലിറ്റി നമ്മൾ കണ്ണിൽ വെച്ചിട്ട് ചെയ്യുന്ന. ഇത് കയറുമ്പോൾ നമുക്കൊരു ടോട്ടലി നമ്മൾ വേറൊരു വേൾഡാണ്, 360 ഡിഗ്രി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. വെർച്വൽ റിയാലിറ്റി വേൾഡാണ്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നത്, ഇപ്പോൾ ബുംറ എറിഞ്ഞ ഒരു ബോള് DRS വെച്ച് ട്രാക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ട്രാക്കിംഗ് സിസ്റ്റം വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് അതേ ബോള് അതേ സ്പീഡിൽ നമുക്ക് ഫേസ് ചെയ്യാം. അതേ ലൈൻ ലെങ്ത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ റൂമിലിരുന്ന് ഒരു റിയൽ ബാറ്റും വെച്ചിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അതാണ് ടെക്നോളജി, ആ ഒരു ലെവലിലേക്ക് വന്നു. അപ്പോൾ ഇത് ഗെയിംസിന് ഇപ്പോൾ ഓൾറെഡി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇത് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഗെയിംസ് ആണെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് മണിക്കൂറുകളോളം കളിക്കും. അപ്പോൾ ഒരു ഫിലിമിൽ നമ്മൾ ഒരു വെർച്വൽ റിയാലിറ്റിയിൽ എത്ര നേരം ഇത് നമുക്ക് നിർത്താൻ പറ്റും, ഒരാളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നിർത്താൻ പറ്റും. അങ്ങനെ ആണ് ഇപ്പോൾ ഡയറക്ടേഴ്സ് ചിന്തിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന ആൾക്കാർക്ക് കുറെ കൂടി എൻഗേജിങ് ആണ്. അപ്പോൾ അങ്ങനെ ആക്കാനുള്ള ഒരു ക്രിയേഷൻ പ്രോസസ്സിലാണ് ഇപ്പം പല ഡയറക്ടേഴ്സും ഇന്റർനാഷണലി ചിന്തിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഇപ്പം ബാറൂസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് 3D ആണ്. അത് മേ ബി ഈ ഒരു ആംഗിളിലായിരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത്, എനിക്കറിയില്ല. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഇതുകൊണ്ട് ആക്ച്വലി എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡീസെൻട്രലൈസ് ഓട്ടോണമസ് കമ്മ്യൂണിറ്റി, അതായത് ഏകദേശം ഒരു 5 മില്യൺ DNFTs ആണ് ടോട്ടൽ മീൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു 5 മില്യൺ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഒരു ഫിലിം ലവിങ് ആയിട്ടുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ് ഈ DNFT കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കണ്ടന്റ്, ഇപ്പോൾ നമ്മൾ മലയാളം റീജിയണൽ മൂവീസ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ മലയാളം മൂവി എന്ന് പറയുന്നത്, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അവരുടെ ഒരു ഇൻട്രസ്റ്റ് നോക്കി അതിൽ നിന്നുള്ള റവന്യൂ ആണ് കൂടുതലും വരുന്നത്. അതിൽ നിന്ന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഉദാഹരണം നമ്മുടെ ബേസിൽ ജോസഫ് ചെയ്ത മിന്നൽ മുരളിയിൽ അത് ഭയങ്കര ബ്രില്യൻ്റ് ഒരു സംഭവമാണ്. അതായത് ആ ലോക്കൽ എലമെൻറ്റ്സ് കളഞ്ഞിട്ടുമില്ല, എന്നാൽ ഇൻ്റർനാഷണൽ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മലയാളത്തിനപ്പുറത്ത് അതിന് ഒത്തിരി ഓഡിയൻസിനെ കിട്ടിയൊരു മൂവിയാണ്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെ പോകുന്നുണ്ടെങ്കിലും കൂടുതൽ മൂവീസും റിവേഴ്സ് പ്രോസസ്സിലാണ്. മാർക്കറ്റ് നോക്കിയിട്ട് അതിൻ്റെ അകത്തേക്കാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി വരുമ്പോഴത്തേക്കും ഈ ബഡ്ജറ്റുകൾ വലുതാവും. കാരണം ഇങ്ങനൊരു ഓഡിയൻസ് ഓൾറെഡി ഉണ്ട് എന്ന് പറയുമ്പം ആ ഓഡിയൻസിന് വേണ്ടിയിട്ട് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും, മൂവീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇൻഡസ്ട്രി വലുതാവും. ഇപ്പം ലാലേട്ടൻ്റെ ബാറൂസ് എന്ന് പറയുന്ന മൂവി, അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ചെറുതായിട്ട് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടില്ല. ലാലേട്ടനെ ഇപ്പോൾ കാണാൻ പോയപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടോളാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ടു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ ആണ്. ഞാൻ മലയാളത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ഡയറക്ടേഴ്സ്, കാരണം അത് ഞാൻ പറയുന്നത് ജസ്റ്റ് ലാലേട്ടനെ പൊക്കി പറയാന്നുള്ളൊരു കൺസെപ്റ്റിലല്ല, ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ ചിന്തിക്കണം. അതായത് ലോകത്തിൽ ആർക്കും ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടൻ്റാണ്. ആ ഒരു രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ്, അതൊരു ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സാണ്. ഇപ്പം ഈ മാലിയക്കോട്ട് വാലിബൻ എന്ന് പറയുന്ന പടത്തിൽ അതിൽ ലാലേട്ടനൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് ഇതൊരു ടൈം സ്പേസ് ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു പ്രത്യേക ടൈമും സ്പേസോ ഇല്ലാത്ത പ്രത്യേക ടൈം സ്പേസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് ഒരു ഇന്ന ടൈമിൽ ഇന്ന സ്പേസിൽ എത്തുക എന്നുള്ളത്, അതാണല്ലോ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ 50 വയസ്സാകുമ്പോൾ ഇവിടെ ആയിരിക്കണം, 40 വയസ്സാകുമ്പോൾ ഇവിടെ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു ടൈം സ്പേസിലാണ് അത് പോകുന്നത്. അപ്പോൾ ടൈം സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതിലൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ ലോകം മൊത്തം ആൾക്കാർ ഈ ഒരു ടൈം 70 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈമിൽ ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്താണ് എവിടെയാണ് നടക്കുന്നതെന്ന് ആൾക്കാർ, അതൊരു ക്യൂരിയോസിറ്റിയാണ്. ആ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ കണ്ടൻറ്റ്, അപ്പം നമ്മുടെ മലയാളം മൂവി ഓൾറെഡി ഇന്ത്യൻ മൂവീസിന്
അടിപൊളി കണ്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പം ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈറ്റാനിക് വരും, അല്ലെങ്കിൽ അവതാർ പോലെയുള്ള മൂവീസ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻ്റർനാഷണലി ലോകത്തുള്ള എല്ലാ മുക്കിലും കോർണറിലും ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തി. ഇത് എവിടെയോ നമ്മൾ കണ്ടിട്ടാണ് ഇതൊന്ന് കാണണമല്ലോ എന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മാലിയക്കോട്ട് വാലിബൻ ആ ഒരു ക്യൂരിയോസിറ്റി എലമെൻ്റ് ഉണ്ട്. പക്ഷേ തിരിച്ച് അങ്ങോട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ചാനൽ ആസ് ഓഫ് നൗ കുറവാണ്. അപ്പോൾ ഇതേ കണ്ടൻറ്റ് ചിലപ്പോൾ ആ രീതി മാർക്കറ്റ് ചെയ്താൽ ഇതിന് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് കഴിയുമ്പം ഒരു ക്ലിയർ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും ഇൻഡസ്ട്രി വലുതാവും, തോട്ട് പ്രോസസ്സ് മാറും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത് ഈ ചെയ്യുന്നത്. പിന്നെ ഒരു അഡീഷണൽ റവന്യൂ ആണ് ഈ NFT റൈറ്റ്സ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഹൗസസിന് ഇപ്പോൾ ഇല്ലാത്ത അഡീഷണൽ ആയിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു റവന്യൂ കൂടെയാണ് പ്രൊഡക്ഷൻ ഹൗസസ്. ഇത് സാധാരണ ആൾക്കാർക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ആക്സസ് ചെയ്യാം? സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ പോലെ തന്നെ ഇപ്പോൾ Web3 ടെക്നോളജി യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ ഇത് വെറും 3 സ്റ്റെപ്പിൽ നമുക്കിത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് വാളറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒത്തിരി ആപ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് വാളറ്റ് ഉണ്ട്, ക്ലെവർ KLEVER എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, ടെക് ബാങ്ക് ഡി വാളറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, പിന്നെ ടോക്കൺ പോക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, മെറ്റമാസ്ക്. ഇങ്ങനെ ഒത്തിരി Web3 വാളറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. Web3 വാളറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതിനകത്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തുമ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിലായി. ഈ ക്രിയേറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് സെർവറിലല്ല, നമ്മുടെ ഫോണിൽ ഹാർഡ്വെയറിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതൊരു നമ്മൾ എഴുതി വെക്കണം. ഇതൊരു ഫ്രേസാണ്. ഈ ഫ്രേസ് നമ്മൾ എഴുതി വെക്കണം. കാരണം ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അത് കളഞ്ഞു പോയാൽ പോയി, ഓൺലി വൺസ്. അതുകൊണ്ട് നമ്മളിത് എഴുതി സൂക്ഷിക്കണം. ഫോർഗോട്ട് അവരുടെ സെർവറിലാണ് സൂക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു സെർവറിൽ നമ്മൾ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതി സൂക്ഷിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ കളഞ്ഞു പോവോ ആപ്പ് പോവോ എന്തെങ്കിലും ചെയ്താൽ ഇത് വെച്ച് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഫോർഗോട്ട് പാസ്വേഡിന് പകരം ഇത് ഉപയോഗിക്കും. മൂന്നാമത്തതെന്ന് പറയുന്നത് ഈ അതിൻ്റെ ഒരു ബ്രൗസറുണ്ട്. നമുക്കിഷ്ടമുള്ള വെബ്സൈറ്റ് അതിൽ കൊടുക്കുക. Web3 ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ട് കണക്ട് ഏതെങ്കിലും ഒരു ആപ്പ്, ഇഷ്ടമുള്ള ഏതെങ്കിലും ആപ്പ്. ഇഷ്ടംപോലെ Web3 വാളറ്റ് ആപ്സ് ഉണ്ട്. എത്രത്തോളം ഇത് സേഫ് ആണ്? ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും സേഫ്. അതായത് നമ്മൾ വേറൊരാളുടെ സെർവറിൽ, ഇപ്പോൾ വേറൊരു കമ്പനിയുടെ സെർവറിൽ കൊണ്ടുപോയി നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി സെർവേഴ്സ് ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ഫോണാണ്, നമ്മുടെ ഫോണിൻ്റെ വാളറ്റിലാണുള്ളത്. നമ്മൾ എഴുതി വെച്ചത് ആർക്കെങ്കിലും കിട്ടാതിരുന്ന നോക്കിയാൽ മതി. അതർവൈസ് ദിസ് ഇസ് ദ സേഫസ്റ്റ് വേ ഓഫ് ഡീലിംഗ് വിത്ത്. അതുകൊണ്ടാണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലും ഇത് ഏറ്റവും കൂടുതൽ ഈ ടെക്നോളജിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്താണ് DNFT ശരിക്കും? DNFT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോക്കണൈസ്ഡ് അസറ്റ് എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം പിക്ചേഴ്സ്, ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ ഒത്തിരി പിക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ പിക്ചേഴ്സ് എല്ലാം കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് പിക്ചേഴ്സാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓണർഷിപ്പ് ആർക്കും ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ Web3 വാളറ്റിൽ നമ്മൾ മേടിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം നമുക്ക് ടോക്കണൈസ് ചെയ്ത് ഈ വാളറ്റിൽ സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഓണർഷിപ്പിൽ നമുക്ക് ഈ പറഞ്ഞ ഒത്തിരി ആർട്ടിസ്റ്റിക് കാര്യങ്ങൾ, അതായത് ഫോട്ടോസ് ആയിരിക്കാം, ചിലപ്പം ചില യുണീക്ക് വീഡിയോസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹോൾ ഫിലിം ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഇതാണ് ഈ ടെക്നോളജിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓണർഷിപ്പിൽ നമ്മുടെ വാളറ്റിൽ നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാളറ്റ് ഉപയോഗിച്ച് നമുക്ക് വേറെ ആൾക്കാർ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഈ Web3 വാളറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ ഫിലിം കാണാനും ഉള്ള അവസരങ്ങൾ ഫ്യൂച്ചറിൽ വരും. അതാണ് ഫ്യൂച്ചർ ടെക്നോളജി. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഒത്തിരി ഉണ്ട്. അതായത് ഇപ്പം NFTs മേടിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റി, ഇപ്പോൾ DNFT എന്ന് പറയുന്നത് ഇതാണ് NFTs. DNFTs എന്ന് പറയുന്നത് NFTസുമായിട്ട് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. NFTs എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് കമ്പനി ആയിരിക്കും അതിനെ വിൽക്കുന്നത്. DNFT എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡീസെൻട്രലൈസ്ഡ് NFTs എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രത്യേകിച്ച് ഒരു കമ്പനിയല്ല, നമ്മൾ ഓരോ യൂസറും ഈ വാളറ്റ് വെച്ചിട്ട് അത് മിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് മിൻറ്റ് എന്നൊരു ബട്ടൺ, ഈ വാളറ്റ് കണക്ട് ചെയ്ത് മിൻറ്റ് ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മിൻറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് മിൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാളറ്റിലുള്ള ബാലൻസ് ആയിരിക്കും ക്രിപ്റ്റോ ബാലൻസ് ആണ്. നമുക്ക് ഡയറക്റ്റ് ക്യാഷ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ഈ ബാലൻസ് വെച്ച് നമ്മൾ മിൻറ്റ് ചെയ്യുന്ന സാധനം നമ്മുടെ കയ്യിലാണ്. ഈ നമ്മൾ മിൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ക്രിപ്റ്റോ ഈ DeFi
എന്ന് പറയും. ആ ബ്ലോക്ക് ചെയിനിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഈ DNFTs നമുക്ക് വിറ്റിട്ട് ആ ക്രിപ്റ്റോ എടുക്കാം, അല്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും വിൽക്കാം, ട്രേഡ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ഓരോ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒത്തിരി പേർക്സ് ഉണ്ടാവും. ചില എക്സ്ക്ലൂസീവ് വീഡിയോസ് കാണാം, ചിലപ്പോൾ ചില അവാർഡ് നൈറ്റ്സിൽ പങ്കെടുക്കാം. അപ്പോൾ നമ്മളിത് മിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ ഡീസെൻട്രലൈസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഡീസെൻട്രലൈസ് ഓട്ടോണമസ് ഓർഗനൈസേഷൻസ് എന്ന് പറയും. അതായത് നമുക്കിപ്പം ഇപ്പോൾ ലോയറും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പോൾ നമുക്കൊരു ലീഗൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു പാർട്ട്ണർഷിപ്സ് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി, ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പം DAOs അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാഷ് മോബ് പോലത്തെ ഒരു കാര്യം. ആൾക്കാർ വരുന്നു, അവർ മിൻറ്റ് ചെയ്യുന്നു, അപ്പോൾ അവർ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി. അപ്പോൾ ഇത് ഡാവോസ് എന്ന് പറയും, ഡീസെൻട്രലൈസ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഇപ്പം എല്ലാ ഫീൽഡിലും ഇൻ്റർനാഷണലി വന്നു തുടങ്ങി. അതാണ് ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇഥീരിയം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ഫിലിം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഫിലിമിനെ ലവ് ചെയ്യുന്ന ആൾക്കാർ ഈ DNFTs പോലെയുള്ള കൺസെപ്റ്റ്സ് മിൻറ്റ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യണം. ഇത് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ കേൾക്കുന്ന ആ ഒരു കോംപ്ലിക്കേഷൻ കൂടി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. കുറെ കൂടി എല്ലാവരും ആക്സസ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഈസിയറും എല്ലാവരും ഭയങ്കര ഫെമിലിയറും ആയി തുടങ്ങുമായിരിക്കും ചിലപ്പോൾ. ബട്ട് ഇപ്പോൾ ചെറു പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 2 to 3 years ചേഞ്ചസ് വരുന്ന പറഞ്ഞാൽ ഇത് ഇനി കുറെ കൂടി അഡ്വാൻസ്ഡ് ആവുമോ? ഇൻ 2 to 3 years ഒരുപാട് അഡ്വാൻസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടാവില്ലേ? ഇപ്പം ഈ ഇതിൻ്റെ ഡിഫിക്കൽട്ടിയുടെ കാര്യം ചോദിച്ചപ്പം അത് എനിക്ക് ഫേസ്ബുക്ക് ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ആദ്യം ഓർക്കുഡ് ആയിരുന്നു, പിന്നെ ഫേസ്ബുക്ക് വന്നു. ഓർക്കുഡ് അധികം ഉപയോഗിച്ചിട്ടില്ല, ലാസ്റ്റ് സ്റ്റേജസിലായിരുന്നു വന്ന്. ഫേസ്ബുക്കും വളരെ ലേറ്റായിട്ട്, കാരണം ഇതെനിക്കറിയാമല്ലോ ഇനി എന്തിനാണ് വേറൊന്ന് എന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഇൻവോൾവ് ആയിട്ടില്ല. ഇപ്പം ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ Web3 അക്കൗണ്ട് തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. ആദ്യം ഇത് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു, കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സ്പീഡായി. പിന്നെ എൻ്റെ പപ്പയും ഇത് ഉപയോഗിക്കുന്നില്ലായിരുന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി പാസ്റ്റ് അവേ ഇൻ ദ ലാസ്റ്റ് ഇയർ. ബട്ട് ഒരു 70 yearsലൊക്കെ പപ്പ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, നമ്മുടെ പാരൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കഷ്ടപ്പെട്ടൊന്ന് പഠിച്ചു വന്നപ്പോഴാണ് ഇപ്പം ഇൻസ്റ്റഗ്രാം. ഇപ്പം ഞാൻ അതൊരു 6 മാസമായിട്ട് പഠിച്ചു തുടങ്ങിയുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വൺസ് ഇതിൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകും. ഒരു തുടക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല ചിലപ്പോൾ, കാരണം ഇങ്ങനെ ക്വിക്കായിട്ട് അഡ്വാൻസ്ഡ് ആയി വരുന്നത്. ഞാൻ ചോദിച്ചാ ഇതിപ്പോ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു, ഇൻ 3 to 4 years എന്ന് പറയുന്നിടത്ത് 3 to 4 yearsൽ ഇതിനും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വരാനുള്ള ചാൻസസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി. കാരണം ഇത് എല്ലാ ഇൻഡസ്ട്രിയും എല്ലാം ഒരു നീഡ് ബേസ്ഡ് ആണല്ലോ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സ്ക്ലൂസീവ് അവാർഡ് നൈറ്റ്സ് നടത്തുകയാണ്, അപ്പോൾ അതിൽ DNFT ഉള്ളവർക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്നുള്ള ആൾക്കാർ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കും. ഒരു പ്രാവശ്യം നമ്മളൊരു കാര്യം ഉപയോഗിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യാൻ അറിയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു നീഡ് ബേസ്ഡ് കയറി ഇപ്പം വരുന്നത്. ഇപ്പം ഇന്ത്യയിൽ ഏകദേശം 120 million Web3 യൂസേഴ്സ് ഉണ്ട്, വാളറ്റ്സ് ഉണ്ട് ഇൻഡിപെൻഡൻറ്റ്. അപ്പം 120 എന്ന് പറഞ്ഞാൽ 12 crores ഇന്ത്യയിൽ മാത്രമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ വേൾഡ് വൈഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിൽ ഇപ്പോൾ ഈ 12 crores എനിക്ക് എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരിക്കും, ആ ഒരു ഏജ് ആയിരിക്കും മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതിലെല്ലാവർക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ എല്ലാവരും ഫിലിം ഇൻഡസ്ട്രിയിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരായിരിക്കും, ഒരു മെജോറിറ്റി അറ്റ്ലീസ്റ്റ്. അപ്പോൾ അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈസിയാണ് അത്. ബിക്കോസ് നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ടൈം, ഡെയിലി യൂസേഴ്സിന് അത് കുറച്ചുകൂടി ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ NFTയും DNFT ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? പ്രോപ്പർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ NFTs ആർ നോർമലി സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇതൊരു സെൻട്രലൈസ്ഡ് സെർവറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോക്കണൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ബ്ലോക്ക് ചെയിനിലുണ്ടെങ്കിലും ഈ സെർവർ ഡൗൺ ആയാൽ നമുക്കിത് ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആവില്ല, കാരണം ഇത് സെൻട്രലൈസ്ഡ് സെർവറാണ്. DNFTs എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് സെർവേഴ്സിലാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ സെർവറിൽ ഒരു തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്ന ഒരു സെർവറിലല്ല ഇതുള്ളത്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സെർവറിലാണ് ഇത് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്പർ 1. അപ്പോൾ അതുകൊണ്ട് ഒരു സെർവർ ഡൗൺ ആയതുകൊണ്ട് പ്രശ്നം വരില്ല. ഇൻ്റർനാഷണലി ആണിത്, പല സെർവേഴ്സിലാണ് ഇരിക്കുന്നത്. 2 എന്ന് പറയുന്നത് ഈ മിൻറ്റ് ചെയ്യുമ്പം നോർമലി ഈ മിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടിക്കാണ് പോകുന്നത്. ഇത് ആ ഒരു DeFi
ആ ഒരു ബ്ലോക്ക് ചെയിനിൽ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ അകത്താണ് ഇത് സൂക്ഷിക്കപ്പെടുന്നത്. സോ ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് റാദർ ദാൻ എ സെൻട്രലൈസ്ഡ് പ്രൊജക്റ്റ്. ഇതിന്റെ ഒരു മേജർ ബെനിഫിറ്റ്സ് എന്ന് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ലൈക്ക് ഇപ്പോൾ ഒരു കോമൺ ആൾക്ക് ഇത് ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്ന് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒരു മേജർ ബെനിഫിറ്റ്സ്? മേജർ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മെമ്പർഷിപ്പ് പോലെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ഡീസെൻട്രലൈസ് കമ്മ്യൂണിറ്റി ഫോം നമ്മളവിടെ മിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ആ DNFT കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പെർക്സും, അത് ചിലപ്പോൾ ഒരു അവാർഡ് നൈറ്റിലേക്കുള്ള എൻട്രി ആയിരിക്കാം. ഇപ്പോൾ DNFTയുടെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം അവാർഡ്സ് നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള വോട്ടിംഗ് റൈറ്റ്സ് ഈ DNFT ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സ്പെക്ടേറ്റർ എന്നുള്ള രീതിയിലാണ് പലരും. അതേസമയത്ത് ഫിലിം ലവേഴ്സിന് കുറച്ചും കൂടെ അവരുടെ പ്രൊഡക്ഷൻ ഹൗസായിട്ടും അവരിഷ്ടപ്പെടുന്ന സ്റ്റാർസുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യാനുള്ള കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു സംഭവം, ഈ ഒരു സാധ്യതയെ പറ്റിയിട്ട് ഞാൻ കേട്ടായിരുന്നു, മമ്മൂക്കയാണ് അതിനൊരു ഒരു സ്പാർക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അതെന്തായിരുന്നു ആ സംഭവം? ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ലോയറാണ് ബേസിക്കലി. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയിൽ കുറേ കൺസൾട്ടൻസി ഒക്കെ ചെയ്തിട്ടുണ്ട് UK-ലും എല്ലായിടത്തും. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഫസ്റ്റ് ടൈം. അതിനുശേഷം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി പ്രോജക്ട്സ് ഇതിൽ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു അവാർഡ് നൈറ്റ്സിൻ്റെ സമയത്ത് ആനന്ദ് TV ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് നൈറ്റ്സിനാണ് മമ്മൂക്കിനെ കുറച്ച് അടുത്ത് ഇടപെടാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം സംസാരിച്ചു. ഭയങ്കര ഇൻസ്പയറിങ് ക്യാരക്ടറാണ്. ഭയങ്കര ഒരു പ്രത്യേക എനർജി ഉണ്ട് നമുക്ക്. നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയെങ്കിലും കൂടുതൽ പുതിയ ടെക്നോളജി ഒക്കെ മമ്മൂക്കൊക്കെ എപ്പോഴും അറിയണം. അതെ, എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചു എന്താ ഇത് എങ്ങനെയാന്നൊക്കെ. കുറച്ച് കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു ക്യൂരിയോസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഈ ടെക്നോളജി ഓൾറെഡി അറിയാം. അപ്പോൾ എന്തെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിന്നാണ് അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് വന്നത്. അപ്പം ഭാഗ്യത്തിന് ഫസ്റ്റ് പ്രോജക്റ്റ് മലയാളി കൂടെ ആയിട്ടായിരിക്കും മലയാളത്തിൽ ഈ പ്രോജക്റ്റ് വന്നത്. ഫസ്റ്റ് പ്രോജക്റ്റ് ലാലേട്ടൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി മലൈക്കൂട്ട് വാലിബൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ചെയ്തത്. അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഇന്നലെ നമ്മളത് പവേർഡ് ബൈ ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ ആയിരുന്നു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടനെയൊക്കെ കണ്ടു, വർത്തമാനം പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് വേണ്ടത്. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ വലിയ സാധ്യതയാണ് ശരിക്കും ഇപ്പം ഓപ്പൺ ആയിരിക്കുന്നത്. ആൻഡ് മമ്മൂക്കയുടെ ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്തു എന്ന് അറിഞ്ഞു. ഏതാണത്? അതാണ് നമുക്കിനി അറിയേണ്ടത്. മമ്മൂക്കയുടെ ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്തു, കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തു. പക്ഷെ അത് ഇപ്പൊ റിവീൽ ചെയ്യാറായിട്ടില്ല. അത് ഉടനെ തന്നെ ഡെഫിനറ്റ്ലി. അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് 2 മൂവി എടുത്തു. 2018 എന്ന് പറഞ്ഞ മറ്റേ ഓസ്കാർ, ഇന്ത്യസ് ഒഫീഷ്യൽ എൻട്രി ഫോർ ഓസ്കാർ എന്ന് പറഞ്ഞ് അത് നമ്മൾ അതിൻ്റെ ഒരു ഇവൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ DNFT ഉള്ളൊരു നമ്മൾ ലേ മെറിഡിയനിലാണ് ചെയ്തത്. അവിടെ വന്ന് പ്രോഗ്രാമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു പോയി. പിന്നെ വന്നിട്ട് നമ്മളിപ്പം മമ്മൂക്കയുടെ ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തെലുങ്കിൽ ഇപ്പോൾ നമ്മൾ പുഷ്പ 2-ൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. തെലുങ്കിൽ വേറെ കുറേ പ്രോജക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴ്, ബോളിവുഡ്, ഹോളിവുഡിലും നമ്മൾ പ്രോജക്ട്സ് ഇപ്പോൾ ഡിസ്കഷൻ ഫൈനൽ സ്റ്റേജസിലാണ്. സോ അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു 2024 എല്ലാ ഇൻഡസ്ട്രിയും കവർ ചെയ്യും. ഓക്കെ, ഇതിനെ പറ്റിയിട്ടുള്ള കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ വന്നത്. ആൻഡ് ഭയങ്കര നമ്മുടെ സാധാരണക്കാർക്കും ഇത് ആക്സസിബിൾ ആണോ എന്നുള്ളതായിരുന്നു എൻ്റെ വലിയ ഡൗട്ട്. എനിവേ നമ്മുടെ മൂവി ഇൻഡസ്ട്രിക്കാണെങ്കിലും നമ്മുടെ സാധാരണക്കാർക്കാണെങ്കിലും ഒരുപാട് സാധ്യതകളുള്ള ഈ ഒരു DNFT. യെസ്, അത് ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എക്സ്പ്ലെയിനിങ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് സംശയം വളരെ നീറ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്.